ഇതിന്റെ അടി തട്ടുന്ന പ്രശ്നം ആയിരുന്നിട്ട് പോലും ഇത് കാണില്ല. കൺട്രോൾ ചെയ്ത് നമുക്ക് ഏരിയയിൽ നമുക്ക് ഈ ഒരു വളവ് ഞാനിപ്പോൾ വളരെ ഒരു 60-70 കിലോമീറ്റർ സ്പീഡിൽ ഞാൻ പോയിട്ട് ഇനി നമുക്ക് ഇതിന്റെ ബ്രേക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒന്നുമില്ല, വണ്ടി ഭയങ്കര 100+ കയറി. എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2008 ഈ ഒരു വാഹനം മാരുതി സുസുക്കി ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. ഇവരുടെ തന്നെ ഹോട്ട് സെല്ലിംഗ് ഹാഷ് ബാക്ക് ആയിട്ടുള്ള സ്വിഫ്റ്റിൻ്റെ പിന്നിൽ ഒരു 10,000 പോലൊരു ബൂട്ട് സ്പേസ് വെച്ചിട്ട് ഈ ഒരു വാഹനം ഇന്ത്യൻ വാഹന വിപണിയിലേക്ക് ഇറങ്ങി. അപ്പോൾ 2008 മാർച്ചിൽ ഈ വാഹനം ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട വാഹനമായി അപ്പം തന്നെ ഈ വാഹനം മാറി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ഒരു ഫാമിലി കാറിന് വേണ്ടതിലധികം ബൂട്ട് സ്പേസ്, ഒരു ടാക്സി കാറിന് വേണ്ടതിലധികം ബൂട്ട് സ്പേസ്, ഇത്രയും വലിയൊരു ബൂട്ട് സ്പേസ് നമ്മൾ ഇന്ത്യയിൽ ഈ ഒരു വാഹനം കുറഞ്ഞ പ്രൈസിൽ മാരുതി സുസുക്കി കൊണ്ടുവന്നു. വാഹനത്തിൻ്റെ എൻജിൻ ഒരു 1.3 DDIS എഞ്ചിനും അതേപോലെ തന്നെ 1.2 VVT എഞ്ചിനുമായിരുന്നു മാരുതി സുസുക്കി ഈ ഒരു വാഹനത്തിന് നൽകിയിരുന്നത്. അതിനുശേഷം 2012 ഇതിനൊരു ഫേസ് ലിഫ്റ്റ് മോഡൽ വന്നു, സ്വിഫ്റ്റ് ഡിസയർ എന്ന പേരിൽ. ശേഷം 2017 അടുത്തൊരു ഫേസ് ലിഫ്റ്റ് മോഡൽ വന്നു, അത് സ്വിഫ്റ്റ് ഡിസയർ എന്ന് പറഞ്ഞ പേരിൽ. ശേഷം 2024 ഈ ഒരു വാഹനത്തിന് യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലുള്ള ഒരു ബോഡി ലൈൻസും അതേപോലെ തന്നെ ആ ഒരു എലഗൻസും നിലനിർത്തിക്കൊണ്ട് വാഹനം പുതിയൊരു വണ്ടിയായിട്ട് ഇറക്കി. ഇതിൽ നിന്നും സ്വിഫ്റ്റ് എന്ന് പറയുന്ന വേർഡ് ഇവരങ്ങ് ഒഴിവാക്കി. അതിനുശേഷം ഡിസയർ എന്ന പേര് മാത്രമാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങിയിരിക്കുന്ന സ്വിഫ്റ്റ് ആയിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ഫ്രണ്ടും റിയറും അതേപോലെ തന്നെ ക്യാരക്ടർ ലൈൻസുമാണ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. എങ്ങനെ മാരുതി സുസുക്കി ഡിസയർ ഇത്രയധികം ആളുകൾക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇതിൻ്റെ റിലയബിലിറ്റിയാണ്. ഇത്രയും വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു എൻജിൻ മാരുതി സുസുക്കി ഇതിന് കൊടുത്തു. പവർ ആയിക്കോട്ടെ, അതേപോലെ തന്നെ മൈലേജ് ആയിക്കോട്ടെ, റിഫൈൻഡ് ആയിക്കോട്ടെ, ഏത് എൻജിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് കാര്യങ്ങൾ എടുത്ത് നോക്കിയാലും ടോപ്പ് ലെവലിലായിരുന്നു മാരുതി സുസുക്കി ഡിസയറിന് നൽകിയിരുന്നത്. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ഇതിൻ്റെ ലുക്കിനെ നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമുണ്ട്. കാരണം വളരെ പ്രീമിയം എലഗൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഡിസയറിൽ വന്നിരിക്കുന്നത്. സോ നമ്മൾ പഴയ സ്വിഫ്റ്റ് ഡിസയർ നോക്കിയിട്ടുണ്ടെങ്കിൽ സ്വിഫ്റ്റിന് ബൂട്ട് സ്പേസ് വെച്ചിരിക്കുന്ന ഒരു മോഡലാണ് വന്നിരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എൻറ്റയർലി ഡിഫറൻ്റ് ആയി. അതുകൊണ്ട് തന്നെ ഡിസയർ എന്ന പേര് മാത്രമേ ഇത്തവണ മാരുതി സുസുക്കി ഇതിന് കൊടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു ഫാഷ്യോ എക്സ്റ്റൻഷൻ ആയിട്ടുള്ള ഒരു ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്, ഹൊറിസോണ്ടൽ ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു പിയാനോ ബ്ലാക്ക് ഡിസൈനിൽ അതിനുള്ളിൽ തന്നെ ഒരു ക്രോം ഇൻസൈറ്റ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ സെൻറ്ററിലായിട്ട് മാരുതി സുസുക്കിയുടെ ലോഗോ നൽകിയിട്ടുണ്ട്. കുറച്ചുകൂടെ ഒരു ഫേസ് കുറച്ചുകൂടെ ഒന്നൊരു പൊങ്ങി നിൽക്കുന്നൊരു ഫീലാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴ്ഭാഗത്തായിട്ട് ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് ഡുവൽ ഹോൺസ് നമുക്ക് ഇതിനകത്തോടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വലിയ എയർ ഡാമുകളോട് കൊടുത്തിട്ടുള്ളൊരു ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് താഴ്ഭാഗത്തേക്ക് ഈ ഒരു പോർഷൻ ഫുള്ള് നമുക്ക് ബമ്പറാണ് വന്നിരിക്കുന്നത്. ഇതിന് മുകളിലേക്കാണ് ഒരു ബോഡി പാർട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വരുന്നത്. ഇവിടെ എല്ലാം തന്നെ നമുക്ക് കൊടുത്തിരിക്കുന്നത് മാറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബമ്പറിൻ്റെ താഴ്ഭാഗത്തായിട്ടും എയർ ഡാമുകൾ നൽകിയിട്ടുണ്ട്. ബമ്പറിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു സ്കിഡ് പ്ലേറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതൊന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്കിഡ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ കുറച്ച് ക്യാരക്ടർ ലൈൻസും വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ എലമെൻസുമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ദെൻ ഈ ഒരു പോർഷനിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ടിങ്ങുകളും ക്യാരക്ടർ ലൈൻസും ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡിസൈൻ ഇത് വളരെയധികം എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് ലോങ്ങിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഔഡി A6-ൻ്റെ ഒക്കെ ഒരു മെട്രിക്സ് ലൈറ്റ്സിൻ്റെ ഒക്കെ ഒരു ഡിസൈൻ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. ഗ്രില്ലിനോട് ചേർന്ന് തന്നെ ഇൻ്റർഗ്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ഇവരുടെ പുതിയ ഹെഡ്ലാമ്പ് യൂണിറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് മാരുതി സുസുക്കിയിൽ നിന്ന് നിലവിൽ കണ്ടിരിക്കുന്നതിനകത്ത് വളരെയധികം ഡിഫറൻ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ഉള്ളിൽ തന്നെ ഒരു DR ഇൻ്റർഗ്രേറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട്. ദെൻ താഴ്ഭാഗത്തായിട്ട് ആ ഒരു പാറ്റേണിൽ മാറ്റ് ഫിനിഷിൻ്റെ പാറ്റേണിനുള്ളിലായിട്ട് ഇൻ്റർഗ്രേറ്റ് ചെയ്ത് നിൽക്കുന്ന LED പ്രൊജക്ടർ ലാംപ്സും മാരുതി സുസുക്കി ഡിസൈറിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഹെഡ്ലൈറ്റിനെ മാരുതി സുസുക്കി പറയുന്നത് LED ക്രിസ്റ്റൽ ക്ലിയർ ഹെഡ് ലാംപ്സ് എന്നാണ് പറയുന്നത്. ഇതിനകത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഡിസൈനും അതേപോലെ തന്നെയാണ്. ഏകദേശം 5 പോർഷൻസ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് താഴ്ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സും മാരുതി സുസുക്കി നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഹുഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടിരിക്കുന്നത് പോലെ ആ ഒരു പാറ്റേൺ ഇവിടുന്ന് തുടങ്ങുന്നതായിട്ടല്ല ഇതിൻ്റെ ഹുഡ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഇതിനെ മേളിലേക്ക് കയറിയിട്ട് ആ ഒരു അപ്ലിഫ്റ്റ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഹുഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹുഡിൽ തന്നെ നമുക്ക് ക്യാരക്ടർ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചുകൂടെ ഒരു മാസ്കുലർ ഫീൽ വണ്ടിക്ക് തരുന്നുണ്ട്. ഈ ക്യാരക്ടർ ലൈൻസ് എയറോഡൈനാമിക്കിനെ കുറേയധികം ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് മാരുതി സുസുക്കി ഈ ഹുഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഹുഡ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതിനുള്ളിൽ വന്നിരിക്കുന്ന ഒരു പുതിയൊരു എഞ്ചിൻ സീരീസാണ് വന്നിരിക്കുന്നത്. മാരുതി സുസുക്കി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പുതിയ എഞ്ചിൻ. സോ ഇതാണ് ഇതിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത്. മാരുതി സുസുക്കിയിൽ കണ്ട് പരിചയം വയ്ക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ഫേസിംഗ് ആയിട്ടുള്ള എഞ്ചിൻസാണ് കണ്ടിരിക്കുന്നത്. സോ നമുക്ക് ഇതിനകത്ത് ഇപ്പം
സിലിണ്ടേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല, പക്ഷേ വിസിബിൾ ആയിട്ടുള്ള എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ലാർജ് സ്പേസുകൾ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. മാൻ മാക്സിമം മെഷീൻ മിനിമം എന്ന് പറയുന്ന കൺസെപ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഞ്ചിനിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എഞ്ചിൻ പവറിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ 3 സിലിണ്ടർ ഇസഡ് സീരീസ് എഞ്ചിനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. 1.2 3 സിലിണ്ടർ ഇസഡ് സീരീസ് എഞ്ചിൻ. സെയിം ഈ എഞ്ചിൻ തന്നെ നമ്മുടെ പുതിയ സ്വിഫ്റ്റിലും കൊടുത്തിട്ടുണ്ട്. ഈ എഞ്ചിൻ്റെ പവർ ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 BHP നമുക്കൊരു 5700 RPM-ലും 111.7 Nm ടോർക്ക് 4300 RPM-ലും ഈ എഞ്ചിൻ നമുക്ക് നൽകുന്നുണ്ട്. 5 സ്പീഡ് മാനുവലും അതേപോലെ തന്നെ 5 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പവറിൽ കുറച്ച് ഡ്രോപ്പ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ടോർക്കിൽ അത് കാര്യമായിട്ടുള്ള ഡ്രോപ്പ് വന്നിട്ടില്ല. ഏകദേശം ഒരു 2 Nm ടോർക്കോളമാണ് ഇതിനകത്ത് ഡ്രോപ്പ് വന്നിരിക്കുന്നത്. ദെൻ ഇതിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറായി സർട്ടിഫൈ നൽകിയിരിക്കുന്നത് മാനുവലിന് 24 കിലോമീറ്ററും ഓട്ടോമാറ്റിക്കിന് 25 കിലോമീറ്റേഴ്സുമാണ് നൽകിയിരിക്കുന്നത്. മോസ്റ്റ്ലി കുറച്ച് അലൂമിനിയം ബ്രിക്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എയർ ഫിൽറ്റേഴ്സ് മേളിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. സോ സക്ക് ചെയ്യുന്ന എയറൊക്കെ ഈ ഒരു സൈഡിൽ നിന്നാണ് വരുന്നത്. വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി കുറച്ചുകൂടെ കൂട്ടും. ഇലക്ട്രോണിക് ഡിവൈസുകളെല്ലാം ടോപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു ഇതൊരു പുതിയ എഞ്ചിനാണ്, ഇസഡ് സീരീസ് എന്ന് പറയുന്ന എഞ്ചിനാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിനകത്ത് ഒരു ഫ്ലെക്സ് ഫ്യൂവൽസ് ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഹൈബ്രിഡ് ടെക്നോളജീസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 30 കിലോമീറ്റർ മുകളിൽ മൈലേജ് വരുന്ന ഒരു എഞ്ചിനായിട്ട് ഇത് വരും. ഇതിപ്പം BS6 സ്റ്റേജ് 2 എഞ്ചിനാണ് വരുന്നത്. നമ്മുടെ E20 ഫ്യൂവൽ എല്ലാം ഇതിനകത്ത് കേപ്പബിൾ ആണ്. ഹുഡിനൊക്കെ അത്യാവശ്യം നല്ല വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പെഡിസ്ട്രിയൻ ഇഞ്ചുറി മിറ്റിഗേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു നോംസ് ഇത് കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു പോർഷനിലൊക്കെ നമ്മൾ ഇത് കണ്ടില്ലേ, സാധനം അകത്തേക്ക് പോയിട്ട് റിട്ടേൺ വരത്തുള്ളൂ. സോ പെഡിസ്ട്രിയൻസും കുറച്ചുകൂടെ സേഫർ ആയിരിക്കും. ദെൻ നമുക്ക് ഈ ഒരു ബൂട്ട് അങ്ങ് ക്ലോസ് ചെയ്തേക്കാം. എല്ലാവരും ഒരു പരാതിയായിരുന്നു ശരിക്കും മാരുതി സുസുക്കിയുടെ വാഹനങ്ങൾക്ക് സ്റ്റാർ റേറ്റിംഗ് വളരെയധികം കുറവാണ് എന്ന് പറയുന്നൊരു പേര് വരുന്നുണ്ടായിരുന്നു. എല്ലാവരും ഇതിനെ കളിയാക്കിക്കൊണ്ടിരുന്നതൊക്കെ അതിലായിരുന്നു. ഇപ്പോൾ നിലവിൽ ഈ ഒരു ഡിസൈർ വന്നിരിക്കുന്നപ്പോഴത്തേക്കും 5 സ്റ്റാർ റേറ്റിംഗ് ആണ് ഗ്ലോബൽ എൻക്യാപ്പിലും അതേപോലെ തന്നെ ഭാരത് എൻക്യാപ്പിലും മാരുതി സുസുക്കി കൊണ്ടുവന്നിരിക്കുന്നത്. സോ സേഫ്റ്റിയുടെ കാര്യത്തിൽ നോ കോംപ്രമൈസ് ആണ് മാരുതി സുസുക്കി ഇത്തവണ ഡിസൈറിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിലെ പ്രൊഫൈലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഫസ്റ്റ് ഇതിൻ്റെ അലോയ് പാറ്റേൺ ആണ്. നമ്മൾ ഈ സെഗ്മെൻറ്റിൽ ഫസ്റ്റ് ടൈം കാണുന്ന രീതിയിലുള്ള ഒരു ഡുവൽ ടോൺ അലോയ്സ്, വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനാണ് നമുക്ക് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ആ വീലാർച്ചിനുള്ളിൽ അത് കിടക്കുന്ന കാണാൻ തന്നെ വളരെ ഭംഗിയുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിലെ പോലെ തന്നെ ആ ഒരു ബോൾഡ് ലുക്ക് നമുക്ക് ഇതിൻ്റെ സൈഡ് ക്യാരക്ടേഴ്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ക്യാരക്ടർ ലൈൻസുകളെല്ലാം കൃത്യമായിട്ടും പ്ലേസ് ചെയ്ത് വാഹനത്തിൻ്റെ ലുക്കിനെ വളരെയധികം എൻഹാൻസ് ചെയ്യുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് ആ ഒരു സ്ലോപ്പ് ഡിസൈൻ അതേപോലെ തന്നെ ആ ക്യാരക്ടർ ലൈൻസ് എൻഡ് ചെയ്തിട്ട് ഡോറിൻ്റെ അങ്ങ് സൈഡ് വരെ ഇത് വരെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത് 2450 mm 163 mm ആണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. 2450 mm ആണ് ഇതിൻ്റെ വീൽ ബേസ്. സോ ഇതിൻ്റെ ഉള്ളിലെ സ്പേസും നമുക്ക് അത്രയും തന്നെ ഉണ്ടാവും. ഉള്ളിലെ സ്പേസ് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ദെൻ ഈ ഒരു പോർഷനിലായിട്ട് ഇതിൻ്റെ ORVMs കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സും ടോപ്പ് എൻഡ് മോഡലിലേക്ക് വരുമ്പോഴത്തേക്കും പുതിയതായിട്ട് ഇതിനകത്തൊരു 360 ക്യാമറയുടെ എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയാം, മാരുതി സുസുക്കിയിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഇൻ ക്ലാസ് ആയിട്ടുള്ള 360 ക്യാമറ ആണ് ഈ ഒരു ഡിസൈറിനകത്ത് കൊടുത്തിരിക്കുന്നത്. ദെൻ ലാർജർ ആയിട്ടുള്ള ഗ്ലാസ് പാർട്ടുകളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ക്രോം ബെൽറ്റ് ലൈൻസ് നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പ്രീമിയം ഫീല് അതല്ലെങ്കിൽ ആ ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് ഈ ഒരു ക്രോം ബെൽറ്റ് ലൈൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ ലാർജർ ആയിട്ടുള്ളതും അതേപോലെ തന്നെ വൈഡറായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഡോറുകളാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. മുമ്പുള്ള മാരുതി സുസുക്കിയിൽ നിന്നും കുറച്ചുകൂടെ ഹാർഡറാണ്, കുറച്ചുകൂടെ ഒരു വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്ന ഡോസാണ് നമുക്ക് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ദെൻ സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിന നൽകിയിട്ടുണ്ട്. ദെൻ ഈ ഒരു പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, എവിടെയും ഒരു സെഡാൻ്റെ പോലെ അത്രയും അങ്ങോട്ട് ചെരിച്ചു കൊടുത്തിട്ടില്ല. ഒരു എക്സിക്യൂട്ടീവ് സെഡാൻ്റെ ഒരു ഫീല് പക്കയായിട്ട് കിട്ടുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും നല്ല ഹെഡ് റൂം നമുക്ക് ഇതിനുള്ളിൽ മാരുതി സുസുക്കി നൽകിയിട്ടുണ്ടാവും. ഡോറിൻ്റെ എഡ്ജ് ഭാഗത്തൊക്കെ ആയിട്ട് ഈ ഒരു കർവ് സ്ലോപ്പ് ഡിസൈൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു പാറ്റേൺ ഈ ഒരു ബാക്കിൽ നമ്മൾ ഈ ഒരു വീലാർസിന് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ക്യാരക്ടർ ലൈൻ എൻഡ് ചെയ്ത് വരുന്നത് നമ്മുടെ റിയറിലെ ബമ്പറിൻ്റെ പോർഷൻ വരെയാണ് ഇതിൻ്റെ എൻഡ് ചെയ്ത് വരുന്നത്. റിയറിലെ ഗ്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ക്വാർട്ടർ ഗ്ലാസും കൂടെ മാരുതി സുസുക്കി ഡിസൈറിൽ നൽകിയിട്ടുണ്ട്. റിയർ പോർഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ കണ്ടിരുന്ന ആ ഒരു എസ്തറ്റിക് ഫിനിഷും മോസ്റ്റ് മോഡേൺ ആ കാറിൻ്റെ ഫീലൊക്കെ നമുക്ക് റിയറിലും മാരുതി സുസുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ആ ക്യാരക്ടർ ലൈൻസ് അതേപോലെ തന്നെ ഡിസൈൻ എലമെൻറ്റ്സ് എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫ്രണ്ടിലുണ്ടായിരുന്നത് പോലെ തന്നെ ആ ഒരു ക്രോം ലൈൻ നമുക്കിവിടെ ഒരു പിയാനോ ബ്ലാക്കിനുള്ളിൽ നൽകിയിട്ടുണ്ട്. ബൂട്ടിന് മുകളിലായിട്ട് ഇൻ്റർഗ്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സാധനം ഈ വാഹനത്തിൻ്റെ ലുക്കിനെ വളരെയധികം എൻഹാൻസ് ചെയ്യുന്നുണ്ട്. കാരണം റിയലി നമ്മൾ ഇതിന് പുറകെ നോക്കി കഴിഞ്ഞാൽ വളരെ പ്രീമിയം ഫീല് ഈ ഒരു സാധനം കൊണ്ട് കിട്ടുന്നുണ്ട്. ദെൻ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്ലാറ്റ് ആയിട്ട് നിൽക്കുന്ന വലിപ്പമേറിയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. 382 ലിറ്റേഴ്സാണ് ഈ ഒരു വാഹനത്തിന് ബൂട്ട് സ്പേസ് മാരുതി സുസുക്കി ഓഫർ ചെയ്യുന്നത്. ഈ ഒരു കീയിൽ നമുക്ക് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോപ്പപ്പ് പോലെ നമുക്കിത് തുറന്നു വരുന്നതാണ്.
ദെൻ ഇതിൻ്റെ ഈ ഒരു 2 പോർഷൻസ് നമുക്ക് ഇതിനുള്ളിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ ലഗേജ് വെക്കുമ്പോൾ നമ്മൾ ഒന്ന് നോക്കി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ലഗേജിനെ അതിനകത്ത് വെച്ച് അമക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ദെൻ 382 ബൂട്ട് സ്പേസ് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് മാരുതി സുസുക്കി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ബൂട്ട് ഇത്രയും കൂടുതലാണെന്നുണ്ടെങ്കിലും ബൂട്ടിൻ്റെ പുറകിലേക്കുള്ള ഒരു സ്പേസ് ഏകദേശം ഈ ഒരു കാണുന്നുള്ളൂ, ഒരടി വീതിയെ നമുക്ക് കാണുന്നുള്ളൂ. റിയറിൽ ഒരു ഡിഫോക്കൽ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ബാക്കിലെ ഗ്ലാസ് ഹെഡ് റൂമുമായിട്ട് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാധാരണ സെഡാനിലൊക്കെ വരുന്നത് പോലെ വെയിൽ നമ്മുടെ തലയുടെ പുറകിൽ അടിക്കുന്നത് ഒരു പരിധി വരെ കുറയ്ക്കുന്നതായിരിക്കും. ദെൻ നമുക്കിതിനകത്തൊരു ട്രയാങ്കിൾ റിയർ ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ബ്രേക്ക് ലൈറ്റ്സ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം പുതിയൊരു ബ്രേക്ക് യൂണിറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ നമ്മുടെ പഴയ ഈ അറയും നിറയുള്ള വീടുകൾ എന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് ചേമ്പേഴ്സ് കൊടുത്തിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. തുണികൾ ഒരുപാട് ഈ ഒരു റിയർ ലൈറ്റ്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷനിലൊക്കെ ആ ഒരു ബൂമറാങ് ഡിസൈൻ നമുക്കിവിടെ കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിയാനോ ബ്ലാക്ക് കളറിനുള്ളിൽ ഈ ഒരു റെഡ് ലൈറ്റ്സ് കാണാനായിട്ട് വളരെയധികം മനോഹരമാണ്. ദെൻ റിയറിലെ പോർഷനിലേക്ക് വരുമ്പോഴത്തേക്കും റിയർ ബമ്പർ ഫ്രണ്ടിലുള്ളതുപോലെ തന്നെ ഒരു സ്കിഡ് പ്ലേറ്റ് നമുക്കിവിടെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതിൽ തന്നെ 4 ബട്ടൺസ് ആണ് റിവേഴ്സ് സെൻസറിന് കൊടുത്തിരിക്കുന്നത്. സ്റ്റാൻഡേർഡായിട്ട് റിവേഴ്സ് സെൻസർ ഇപ്പോൾ എല്ലാ വാഹനങ്ങൾക്കും വരുന്നുണ്ട്. ദെൻ ഈ ഒരു പോർഷനിലൊക്കെ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ഡിസൈനും കട്ടിങ്ങും ക്യാരക്ടർ ലൈൻസും നമുക്ക് കാണാനായിട്ട് സാധിക്കും. റിയർ ബമ്പറിൽ ഈ ഒരു പോർഷനിലായിട്ട് ഒരു റിഫ്ലക്ടറോടെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഇതിൻ്റെ ലുക്കിനെ എൻഹാൻസ് ചെയ്തതിനെ കുറച്ചുകൂടെ ഒരു ഭംഗി ഉണ്ടായിരുന്നെ ബാക്കിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും. ഇതിൻ്റെ റിയറിൽ സീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സിക്യൂട്ടീവ് ക്ലാസ് തന്നെയാണ്. വളരെ കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. നല്ല തൈ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു നല്ല ഹെഡ് റൂംസ് കൊടുത്തിട്ടുണ്ട്. റിയറിൽ നമുക്ക് റീഡിംഗ് ലാംപ്സ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്കൊരു ഗ്രാബ് റെയിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നുമല്ല ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ നമ്മുടെ വിങ് സപ്പോർട്ട് ഇത്രയും ഭാഗത്ത് കയറി കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എങ്ങനെ ഇരുന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഇപ്പം ഇങ്ങനെ ഇരുന്ന് നമുക്ക് ഒരു സംസാരിക്കണമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഇത്രയും സപ്പോർട്ട് നമുക്ക് ഇതിൻ്റെ റിയർ സീറ്റിൽ കിട്ടുന്നുണ്ട്. നല്ല ഹെഡ് റൂം വരുന്നുണ്ട്. ഇവൻ ഇതിനകത്തൊരു സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലും നമുക്ക് ഇത്രയും ഹെഡ് റൂംസ് ഈ ഒരു വാഹനം ഓഫർ ചെയ്യുന്നുണ്ട്. ദെൻ മോഷൻ സിക്നസ് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ പോലും റിയലിലെ ഡോർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വിസിബിലിറ്റി ഉണ്ട്. തിയറട്ടിക്കൽ സീറ്റ് അറേഞ്ച്മെന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് വിൻസ്ക്രീൻ നമുക്ക് കണ്ട്, അതായത് ബാക്കിലിരിക്കുന്ന ആൾക്കും കാണാനായിട്ട് പറ്റും. വളരെ മനോഹരമായിട്ട് വിസിബിളായിട്ടും വളരെ എലഗൻ്റ് ആയിട്ടുള്ളൊരു കളർ ടോണുമാണ് മാരുതി സുസുക്കി ഡിസയറിൻ്റെ ഉള്ളിൽ നൽകിയിരിക്കുന്നത്. 2 കപ്പ് ഹോൾഡേഴ്സ് കൂടിയിട്ടുള്ള ഒരു ഹാൻഡ് റെസ്റ്റ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ചൈൽഡ് സീറ്റിൻ്റെ ആൻകറേജസ് നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ റിയറിൽ നമുക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നില്ല, ഇവിടെയായിട്ട് നമുക്ക് റിയർ AC-യുടെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. 2 ചാർജിങ് ഔട്ട്ലെറ്റ്സ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. റിയറിലെ സീറ്റിൽ നമുക്കൊരു മാഗസീൻ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. 1 ലിറ്ററിൻ്റെ കപ്പ് ഹോൾഡേഴ്സും അതേപോലെ തന്നെ റിയറിലെ ഡോറുകളിൽ നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകളും മാരുതി സുസുക്കി നൽകിയിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇറങ്ങിയേക്കാം. പറ്റിയതോ, ഇത് ജസ്റ്റ് ഇപ്പോൾ ഒരു ഗ്രാവലുള്ള റോഡിൽ കൂടെയാണ് ഞാനിപ്പോൾ ഓടിക്കുന്നത്. ഞാൻ ഇതിൻ്റെ ഒരു ഹിൽ ഹോൾഡ് ചെയ്യാനൊന്ന് കാണിച്ചു തരാമേ. ഇതിനൊരു ഹിൽ അസിസ്റ്റ് വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇപ്പോൾ ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് കാണിച്ചിരിക്കുന്ന ആ ഒരു കയറ്റമില്ലേ, ആ ഒരു കയറ്റത്തിൽ നമ്മൾ ഫുൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം റൈറ്റ് ലെഗിനാണ് ഞാൻ ജയിച്ചിരിക്കുന്നത്. ലെഫ്റ്റ് ലെഗ് ഞാൻ ഫ്രീ ആക്കി വെച്ചിരിക്കുകയാണ്. റൈറ്റ് ലെഗ് ഞാൻ എടുക്കുവാണേ. ഞാൻ എടുത്ത് മാറ്റി ഇത് ഹോൾഡ് ചെയ്ത് നിർത്തിയേക്കുവാണ്. ഇപ്പോൾ ഇത് അഴിഞ്ഞ് പതിയെ പുറകിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. നെക്സ്റ്റ് ബ്രേക്ക് ചെയ്തു, വീണ്ടും അത് ഹിൽ ഹോൾഡിൽ വന്നു. ആക്സിലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനം മുന്നിലേക്ക് തന്നെ പോകുന്നത്. വളരെ ഈസി ആയിട്ട് ഈ ഒരു വാഹനം കയറും ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. ദെൻ നമുക്ക് നോർമലി കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു 3 സിലിണ്ടറിൻ്റെതായിട്ടുള്ള വൈബ്രേഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു വാഹനം നമുക്ക് തരുന്നില്ല. വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇപ്പോൾ ഗ്രാവലുള്ളതിനേക്കാളും കുറച്ചുകൂടെ വലിയൊരു കയറ്റമാണ് വന്നിരിക്കുന്നത്. ഞാനിതിൻ്റെ ഏറ്റവും ഹൈ എൻഡിൽ ഉണ്ട്. ഇവിടെ കൊണ്ടാണ് ഈ ഒരു കയറ്റം തീരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കയറണം. അപ്പോൾ ഞാനിവിടെ ബ്രേക്ക് ചവിട്ടി ഫുള്ള് ബ്രേക്ക് ചവിട്ടി നിർത്തി ഞാൻ ഈ വാഹനം ഇപ്പോൾ നിർത്തിയേക്കുവാണ്. ഇനി ഞാനിപ്പോൾ ബ്രേക്ക് ഞാൻ എടുക്കുവാണ്. ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ടോ. ദെൻ അടുത്ത ആക്സിലറേഷനിൽ വാഹനം അവിടെ നിന്ന് പിക്ക് ചെയ്തെടുക്കും. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഒരു വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു വാഹനം കൊണ്ടുവരുന്നില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു കോൺക്രീറ്റിലായിരുന്നു. ഗ്രാവലിലും ടെസ്റ്റ് ചെയ്ത് നോക്കും. പക്കയായിട്ട് ഈ സാധനം വർക്ക് ചെയ്യുന്നുണ്ട്. 163 mm ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. പക്ഷേ നോക്കിക്കോണം, ഞാൻ ഈ ഒരു ഗ്രാവൽ നിറഞ്ഞ റോഡിൽ അത്യാവശ്യം കുഴിയിലൂടെ എല്ലാം ഇറക്കിയിട്ടാണ് ഈ ഒരു വാഹനം ഓടിക്കുന്നത്. ഇതിൻ്റെ അടി തട്ടുന്ന പ്രശ്നം ഉണ്ടാകത്തില്ല. അത്രയും ഡീപ്പായിട്ടുള്ള കുഴികളിൽ പോലും ഈ ഒരു വാഹനം ഈസി ആയിട്ട് കയറി ഇറങ്ങി പോകുന്നുണ്ടോ. ഇതിൻ്റെ സ്റ്റിയറിംഗ് വീൽ ശരിക്കും പറഞ്ഞാൽ വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. നമുക്കൊരു സിംഗിൾ വിരലിൽ നമുക്ക് ഇവനെ ഒന്ന് കൈകാര്യം ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഇവനെ മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 80 കിലോമീറ്റർ സ്പീഡിന് മുകളിലേക്ക് വരുമ്പോഴത്തേക്കും ഇവൻ ഹാർഡറും ആകുന്നുണ്ട്. സോ വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീലാണ് മാരുതി സുസുക്കി ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഡീകട്ട് സ്റ്റിയറിംഗ് വീല് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീൽ ഇവരുടെ ആ ഒരു പഴയ സ്വിഫ്റ്റിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സാധനം തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഇൻഫോർടൈൻമെൻറ്റിൻ്റെ കൺട്രോൾസും റൈറ്റ് സൈഡിലായിട്ട് ക്രൂയിസ് കൺട്രോളും ദെൻ ഈ ഒരു താഴ്ഭാഗത്തായിട്ട് ഇത് പണ്ട് മുതലേ
മാരുതിയുടെ ഒരു കൺട്രോളിംഗ് സിസ്റ്റമാണ് ഇവിടെ. ഈ ബ്ലൂടൂത്ത് അതേപോലെ തന്നെ ഫോണിൻ്റെ കണക്ഷൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു സാധനത്തിലും കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. സ്റ്റിയറിംഗിൻ്റെ അടിഭാഗത്തായിട്ട്, അതായത് ഡി കട്ടിൻ്റെ ഭാഗത്തായിട്ട് ഒരു ഗ്രേ ഫിനിഷ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. സെൻട്രലായിട്ട് സുസുക്കിയുടെ ലോഗോ ഒരു ക്രോം എലമെൻറ്റിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. ദാ ഇവിടെ എല്ലാം ആ ഒരു ഗ്രേ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ആരൊക്കെ മാരുതി സുസുക്കിയുടെ വാഹനത്തിൽ കയറിയിട്ടുണ്ടോ അവരെല്ലാം ഈ സ്റ്റിയറിംഗ് വീൽ പരിചിതമായിരിക്കും. നമ്മുടെ ഈ അയൽവക്കത്തുള്ളവരൊക്കെ നമ്മൾ കണ്ടുപരിചയമായാലും ഈ സ്റ്റിയറിംഗ് വീൽ എല്ലാവർക്കും പരിചയമായിരിക്കും. അതിൽ തന്നെ നമുക്ക് ലെതർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, സ്റ്റിച്ചിങ് ലെതർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു തം ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. സ്മൂത്ത് ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിയറിംഗ് വീൽ കൊടുത്തിട്ടുണ്ട്. ദെൻ ഡാഷ്ബോർഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇന്റലിജന്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഡാഷ്ബോർഡാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ ഒരു സ്ക്രീൻ ഡ്രൈവറെ അസിസ്റ്റ് ചെയ്യുന്ന പോലെ ഒരു ചെരിഞ്ഞ് ആണ് നിൽക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ആക്സസ് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് മാപ്പോ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ കമന്ന് കിടന്ന് നോക്കേണ്ട കാര്യം വരുന്നില്ല. ജസ്റ്റ് ഒരു നോട്ടത്തിൽ തന്നെ നമുക്ക് എല്ലാം ഐഡന്റിഫൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിൽ താഴെയായിട്ട് തന്നെ ആ ഒരു എ സിയുടെ വെന്റ് അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ആ ഒരു ഗ്രേ ഫിനിഷ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് ഹസാർഡിൻ്റെ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷനിലായിട്ട് വുഡ് ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. അതിന് മുകളിലായിട്ട് ആ ഒരു ടോൺ കൊടുത്തിട്ടുണ്ട്. ഒരു ബെൽറ്റ് പോലെ ഒരു ഗ്രേ ടോൺ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ടാണ് എ സിയുടെ കൺട്രോളിങ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് തന്നെ ഒരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ സിയാണ് വന്നിരിക്കുന്നത്. വളരെ സ്ലീക്കി ആയിട്ടുള്ള ഫിസിക്കൽ സ്വിച്ചസ് ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ പിയാനോ ബ്ലാക്ക് കളറിലാണ് ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഡാഷ്ബോർഡ് തന്നെ ലെയേർഡായിട്ടും ഇവിടെയൊക്കെ ആയിട്ട് ആ ഒരു ട്രയാങ്കിൾ പാറ്റേൺസ് നമുക്കിവിടെ കുറേയധികം കൊടുത്തിട്ടുണ്ട്. എവിടെയെങ്കിലും കൊണ്ട് എ സിയുടെ വെന്റുകൾ പിടിപ്പിക്കണം എന്നുള്ള രീതിയിലല്ല, അത് തന്നെ വളരെ ഡിസൈൻ എലമെന്റ്സോട് കൂടിയിട്ട് നല്ല സമയമെടുത്ത് ചെയ്തിരിക്കുന്നത് പോലെയാണ് എ സിയുടെ വെന്റ് കാര്യങ്ങളെല്ലാം തന്നെ സൈഡിൽ നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നൊക്കെ കണ്ടില്ല, തിയറട്ടിക്കൽ അഡ്ജസ്റ്റ്മെന്റ് പോലെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ ഒരു സ്ക്രീനിന് വേണ്ടി പക്ക ഒരു പ്ലേസ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഡാഷ്ബോർഡ് തന്നെ വലിപ്പമേറിയ ഡാഷ്ബോർഡാണ് വന്നിരിക്കുന്നത്. കുറച്ചുകൂടെ ബാക്കിലേക്ക് ഇറങ്ങിയാണ് ഡാഷ്ബോർഡ് നിൽക്കുന്നത്. ഈ ഒരു വുഡ് ഫിനിഷ് ഒക്കെ നമുക്ക് പഴയ വണ്ടികളിൽ നമ്മൾ കണ്ട് പരിചിതമായിരുന്നു. പിന്നീട് അതങ്ങ് മാറിപ്പോവുകയും എന്നാൽ പുതിയ ഡിസൈർ വന്നപ്പോഴത്തേക്കും ആ ഒരു പ്രീമിയം നിർത്താനായിട്ട് ഈ ഒരു ഡിസൈൻ നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ 3 കളേഴ്സിൽ അല്ലെ 4 കളേഴ്സിലാണ് 4 പാറ്റേൺ ആയിട്ടാണ് ഈ ഒരു ഡാഷ്ബോർഡ് ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഒരു ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട്, ബേജ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഈ ഒരു ഗ്രേ ടോൺ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു വുഡ് ഫിനിഷും മാരുതി സുസുക്കി ഈ ഒരു ഇതിനെ കൊടുത്തിട്ടുണ്ട്. ദെൻ 9 ഇഞ്ച് ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള അല്ലെങ്കിൽ ഇവർ ഈ ഒരു ഗസ്റ്റേഴ്സ് ഒക്കെ കാണാനായിട്ട് വളരെ മനോഹരമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന്റെ ഡോർ സൈഡിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ടൂട്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ 4 സ്പീക്കറുകളും ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. സ്വിഫ്റ്റിലേതുപോലെ തന്നെ കുറച്ചൊരു റേസിംഗ് ഡൈനാമിക്സ് തോന്നുന്ന രീതിയിലുള്ള മീറ്റർ കൺസോൾ ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഫ്രണ്ടിലായിട്ടൊരു ക്യാപ്പ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സെയിം സാധനം നമ്മൾ നെക്സയിലും ബലേനയിലും കാര്യങ്ങളും എല്ലാം കണ്ടിട്ടുണ്ട്. അതിനകത്ത് തന്നെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് കാണും. മൾട്ടി ഇൻഫർമേഷണൽ സ്ക്രീനായിട്ട് 4 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. 2 അനലോഗ്സ് ആണ് ഈ ഒരു മീറ്ററിനകത്ത് ഇവർ കൊടുത്തിരിക്കുന്നത്. സോ ഇതിന്റെ സെൻട്രൽ കൺസോളിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഒരു 12 വോൾട്ടിന്റെ ചാർജിങ് ഔട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു USB ചാർജിങ് പ്ലസ് USB പോർട്ട് നമുക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് വയർലെസ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. അതിന് സെൻട്രലായിട്ട് നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ദെൻ ഇവിടെ വരുന്നത് ഇതിന്റെ ഗിയർ നോബാണ് വന്നിരിക്കുന്നത്. ഇത് AGS ട്രാൻസ്മിഷൻ ആണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. 5 സ്പീഡ് AGSും അതേപോലെ തന്നെ ഇതിനൊരു 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് സിസ്റ്റവും ആണ് മാരുതി സുസുക്കി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഈ സ്റ്റിയറിംഗ് വീൽ നമുക്ക് ടിൽറ്റബിൾ ആണ്, ടെലിസ്കോപ്പിക്ക് വരുന്നില്ല, ടിൽറ്റബിൾ സ്റ്റിയറിംഗ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ഡേ ആൻഡ് നൈറ്റ് വ്യൂ കൊടുത്തിട്ടുണ്ട്, മിറർ കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ പ്രിസ്മാറ്റിക് മിറേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, ഓട്ടോമാറ്റിക് അല്ല. ഇവിടെയായിട്ട് നമുക്ക് റീഡിംഗ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ദെൻ ഇവിടെ ഒരു ടിക്കറ്റ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. സൺബ്ലൈൻഡിൽ ഒരു ടിക്കറ്റ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സൺബ്ലൈൻഡിൽ നമുക്കൊരു വാനിറ്റി മിററും നൽകിയിട്ടുണ്ട്. ദെൻ ഏറ്റവും വലിയ ഈ ഒരു സെഗ്മെന്റിൽ നമുക്ക് സൺറൂഫും മാരുതി സുസുക്കി ഡിസയർ ഓഫർ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു സിംഗിൾ പെയിൻ സൺറൂഫ് ആണ് മാരുതി സുസുക്കി കൊടുത്തിരിക്കുന്നത്. അതിന്റെ സ്വിച്ച് നമുക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അപ്ലിഫ്റ്റ് ചെയ്ത് വെക്കാനായിട്ടും പറ്റും, അതേപോലെ തന്നെ ഓപ്പൺ ചെയ്യാനായിട്ടുള്ള സ്വിച്ച് നൽകിയിട്ടുണ്ട്. ഡ്രൈവർ സീറ്റ് ശരിക്കും പറഞ്ഞാൽ വളരെ കംഫോർട്ടായിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഒരു സെഡാനിൽ ഇരിക്കുന്ന പോലെ തന്നെ നല്ല തൈ സപ്പോർട്ട് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വിങ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഹഗ്ഗിങ് ഫീൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. നമ്മളെ ടൈറ്റായിട്ട് ഒരു വാഹനം പിടിക്കുന്നുണ്ട്. ദെൻ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളാണ് ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ സീറ്റിംഗ് പൊസിഷനിൽ നമ്മൾ ലോങ് പോയാലും അത്ര കണ്ട് കാര്യമായുള്ള ഒരു പിടുത്തമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല. വളരെ സ്മൂത്തായിട്ട് നമുക്ക് പോയിട്ട് വരാനായിട്ട് പറ്റും. ഫ്രണ്ടിൽ നമുക്ക് കൊടുത്തിരിക്കുന്നത് മാക്പേഴ്സൺ സ്ട്രട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇൻഡിപെൻഡന്റ് സസ്പെൻഷൻസ് ആണ് ഇതിന്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. റിയറിൽ നമുക്ക് കൊടുത്തിരിക്കുന്നത് ടോർഷൻ ബീം ആണ് സസ്പെൻഷൻ വന്നിരിക്കുന്നത്. സോ ഈ ഒരു സെഗ്മെന്റിൽ വരുന്ന എല്ലാ വാഹനങ്ങൾക്കും ഈ ഒരു സസ്പെൻഷൻ സിസ്റ്റം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ചുകൂടെ സ്മൂത്തറാണ്, കുറച്ചുകൂടെ സ്റ്റിഫറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വളവുകളും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു ഏരിയയിൽ നമുക്ക് ഈ ഒരു വളവ് ഞാനിപ്പോൾ വളരെ ഒരു 60-70 കിലോമീറ്റർ സ്പീഡിൽ ഞാൻ പോയിട്ട് ഇത് കണ്ടില്ലേ,
വളയ്ക്കുമ്പോൾ നമുക്ക് നല്ലൊരു കൺട്രോളിങ് കിട്ടുന്നുണ്ട്. കാരണം ഇറക്കമായിരുന്നിട്ട് പോലും ഇത് കണ്ടില്ലേ, കൺട്രോൾ ചെയ്ത് നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നോ കാര്യങ്ങളൊന്നും തന്നെ വണ്ടി ഡീവിയേറ്റ് ആയിട്ട് പോകുന്നില്ല. ഇനി നമുക്ക് ഇതിന്റെ ബ്രേക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആ ഒരു സ്പീഡിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഡൗൺ ആയി ബ്രേക്കിംഗ് പക്കയായിട്ട് കിട്ടുന്നില്ല. എന്നാൽ ഉള്ളിലേക്ക് വലിയ കാര്യമായിട്ട് ആ ഒരു ബ്രേക്കിങ്ങിന്റെ ഇമ്പാക്ട് കൊടുക്കുന്നില്ല. സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് എഫിഷ്യൻസി നമുക്ക് ഈ ഒരു മാരുതി സുസുക്കി കൊടുക്കുന്നുണ്ട്. ബോഷിന്റെ ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ABS യൂണിറ്റ് വരുന്നുണ്ട്. തന്നെ വാഹനത്തിന്റെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്, ബ്രേക്ക് അസിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ 6 എയർ ബാഗുകളാണ്, ABS കൊടുത്തിട്ടുണ്ട്, EBD കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും അല്ലാതെ നമുക്കൊരു ട്രാക്ഷൻ കൺട്രോൾ കൂടെ ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. ദെൻ ബ്രേക്ക് അസിസ്റ്റ് ഓൾറെഡി ഈ വാഹനത്തിന് വന്നിട്ടുണ്ട്. സോ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഇത്രയധികം കാര്യങ്ങൾ കൂടെ മാരുതി സുസുക്കി ഇത്തവണ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓവറോൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ 3995 mm ആണ് ഇതിന്റെ ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത്. ഏകദേശം 1600-നും 1700-നും ഇടയ്ക്ക് ഇതിന് വിഡ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഉള്ളിലെ സ്പേസ് അതനുസരിച്ചിട്ട് വാഹനത്തിന് കൂടുതലാണ് വരുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ ഓടിക്കാനുള്ള സുഖമാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഞാൻ പറയുന്നത്. കാരണം വണ്ടി കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. നമുക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്ത് ഓടിക്കാനായിട്ട് പറ്റുന്ന രീതിയിലാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പം ആ ഒരു വളവ് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അത്ര വലിയ പ്രോ അല്ലാന്നുണ്ടെങ്കിൽ പോലും വണ്ടിയെ ഒരുപാട് നമ്മൾ അസിസ്റ്റ് ചെയ്യാനുള്ള ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. പുറകിൽ നിന്നൊന്നും വണ്ടി വരുന്നില്ല. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ ഓട്ടോമാറ്റിക് മോഡിൽ തന്നെയാണ് വാഹനം ഇട്ടിരിക്കുന്നത്. സെക്കൻഡ് ഗിയറിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ വലിയ കാര്യമായിട്ടുള്ള പുള്ളിങ് അല്ല കൊടുക്കുന്നത്, ഗ്രാജുവലിയാണ് ഞാനിത് പിക്കപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 80 കിലോമീറ്റേഴ്സ് നിയർലി ആയി. അപ്പോൾ ആ ബൈക്സിൻ്റെ അടുത്ത് വന്നു. സീനില്ല, നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിക്കപ്പ് വേണമല്ല, വണ്ടി ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഫക്ക് 100+ കയറി. 100+. ഞാൻ 80 ശരി 80 ഒരു വാണിംഗ് ലാമ്പ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. നമ്മൾ അവിടെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ട് പോലും വാഹനം ഇനിഷ്യലി പിക്കപ്പ് ചെയ്ത് എടുത്തു എന്നുള്ളതാണ്. കാരണം നമ്മൾ ആ ഒരു ബൈക്സ് വന്നപ്പോഴത്തേക്ക് നമ്മളൊന്ന് സ്ലോ ഡൗൺ ചെയ്തു. ദെൻ നമ്മൾ ആക്സിലറേഷൻ ചെയ്യുമ്പോൾ ആ ക്യുക്കറായിട്ടാണ് വണ്ടി റെസ്പോണ്ട് ചെയ്തത്. പക്ക എഞ്ചിൻ. ഇതൊരു 3 സിലിണ്ടറിന്റെ പെർഫോമൻസ് ഒന്നും അല്ല ഈ ഒരു വാഹനം നമുക്ക് തന്നത്. പക്ക ആയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഗ്രാജുവലി ഇതിന്റെ സൗണ്ട് എൻ്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സൗണ്ടാണ് ഇത് മേക്ക് ചെയ്യുന്നതാണ്. ഒരു ഇൻലൈൻ 4 തരുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒരു സ്പോർട്ടി സൗണ്ട് ഈ ഒരു വാഹനം തരുന്നുണ്ട്. എക്സോസ്റ്റിന്റെ സൗണ്ട് ആയാലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു സൗണ്ടാണ് ഒരു വാഹനത്തിന് വരുന്നത്. എയറോഡൈനാമിക്കിന്റെ ഭാഗമായിട്ട് കാഴ്ചയിൽ വളരെ ചെറുതായിട്ടുള്ള ഒരു ORMs ആണ് കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് തോന്നുമെങ്കിലും എന്ത് മാജിക്കാന്ന് അറിയത്തില്ല, ഭയങ്കര വിസിബിലിറ്റിയാണ്. നമുക്ക് ആ റിയർ റൈറ്റിന്റെ പോർഷൻ വരെ നമുക്ക് കിട്ടുന്ന രീതിയിൽ പക്കയായിട്ട് ഇതിന്റെ മിറേഴ്സ് വരെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഒരു VXI എന്ന് പറയുന്ന മോഡൽ തൊട്ട് നമുക്ക് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മിറേഴ്സും ഇലക്ട്രോണിക്കലി ഹോൾഡ് ചെയ്യാനും പറ്റും. ടോപ്പ് ആൻഡ് മോഡലിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് വെൽക്കമിങ് ഫംഗ്ഷൻ ഉണ്ട്. നമ്മൾ വണ്ടിയെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോൾഡ് ചെയ്യും, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി അൺഫോൾഡ് ആവും. വണ്ടിയല്ല, മിറേഴ്സ് അൺഫോൾഡ് ആവും. ദെൻ 4 ഡോർ പവർ വിൻഡോസ് ഇതിന്റെ ബേസ് മോഡൽ തൊട്ട് നമുക്ക് വരുന്നുണ്ട്. ഇതൊരു കോമ്പാക്ട് കാർ ആയത് കാരണം സബ് 4 മീറ്ററിനുള്ളിൽ വരുന്നതാണ്. അപ്പോൾ ഇതൊരു കോമ്പാക്ട് കാർ ആയതുകൊണ്ട് തന്നെ ഈ വാഹനം വളരെ ഈസി ആയിട്ട് നമുക്ക് പാർക്ക് ചെയ്യാനായിട്ടും അതേപോലെ തന്നെ ഈ ടൗണുകളിലും നമുക്ക് ഈ ഒരു വണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന്റെ ഹാഷ് ബാക്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു 3700 mm ലെങ്ത് വരുന്നുണ്ട്. അതിനേക്കാളും ഒരു 25 mm ആണ് കൂടുതൽ വരുന്നത്. അപ്പോൾ അതായത് 25 അല്ല 250 mm ആണ് കൂടുതൽ വരുന്നത്. അപ്പോൾ 3995 mm ഇതിനകത്ത് വരുന്നുണ്ട്. സോ ആ ഒരു സ്പേസിലൊക്കെ നമുക്ക് ഈ ഒരു വാഹനം ഈസി ആയിട്ട് നമുക്കൊന്ന് പാർക്ക് ചെയ്യാനായിട്ട് പറ്റും. മിക്ക വാഹനങ്ങളും ഇപ്പോൾ 5.1 ആണ് ഇതിന്റെ ടേണിംഗ് റേഡിയസ് വരുന്നത്. ഇതിന് ശരിക്കും പറഞ്ഞാൽ 4.8 ഉള്ളൂ. അപ്പം 4.8 മീറ്റേഴ്സിൽ ഈ സാധനം വണ്ടി വളഞ്ഞു വരും. അത്രയും ടേണിംഗ് റേഡിയസ് കുറവാണ്. സോ നമുക്ക് സ്മൂത്തറായിട്ട് നമുക്ക് റൺ ചെയ്യാൻ പറ്റും. ടേണിംഗ് റേഡിയസ് കൂടുതലുള്ള കാരണം നല്ല യു ടേൺസ് എടുക്കാൻ പറ്റും. പാർക്കിങ്ങിൽ നമുക്ക് വണ്ടി ഒതുക്കാനായിട്ട് ഭയങ്കര എളുപ്പമായിരിക്കും. ചെറിയ നാരോ റോഡ്സിലൊക്കെ കട്ട് ചെയ്ത് പക്ക എളുപ്പമായിട്ട് നമുക്കിത് കൊണ്ടുനടക്കാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുതൽ ഇപ്പോൾ സെയിൽസിൽ ഈ ഒരു സെഗ്മെന്റിൽ ടോപ്പ് സെല്ലിംഗ് ആണ് ഈ ഒരു വാഹനം. ഇതൊരു 3 സിലിണ്ടർ ആണെന്ന് പറഞ്ഞ് പല ആളുകളും ഇതിനെ ചവിട്ടിത്താത്താൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും സ്റ്റില്ല് ഈ ഒരു വാഹനം സെഗ്മെന്റിലെ ഏറ്റവും അധികം വിൽക്കുന്ന വണ്ടി എന്നുള്ള പേര് ഡിസയറിന് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പെർഫോമൻസും അതിനെ ബാധിക്കും. ഇപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളും എല്ലാം കൊടുത്ത് നമ്മൾ വളരെ റഷായിട്ട് ഓടിച്ചിട്ട് പോലും 14.6 ആണ് ഇതിന്റെ മൈലേജ് കിട്ടുന്നത്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് സീറോ ചെയ്യുകയാണെ. ജസ്റ്റ് ഒന്ന് സീറോ ചെയ്ത് 3ാമത്തെ ഗിയറല്ല നമുക്ക് സീറോ ചെയ്യുന്നത്. നമുക്ക് ഇതിന്റെ ഒന്ന് ആക്ച്വൽ മൈലേജും കൂടെ നമുക്ക് നോക്കാം. എത്ര കിലോമീറ്റർ മൈലേജ് കിട്ടും എന്ന് നമുക്ക് നോക്കാം. ഒരു സ്മൂത്ത് ആയിട്ടുള്ള റണ്ണിങ് ആണെന്നുണ്ടെങ്കിൽ എത്രയാണ് മൈലേജ് വരുന്നതെന്ന് നോക്കാം.
ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് 24 കിലോമീറ്റേഴ്സ് ആണ്. പക്ഷെ ഞാനിത് റണ്ണിങ്ങിൽ 0 ചെയ്തിട്ടുണ്ടായിരുന്നു. റണ്ണിങ്ങിൽ 0 മൂന്നാമത്തെ ഗിയറിലാണ് 0 ചെയ്തിരിക്കുന്നത്. വലിയ റഷായിട്ടൊന്നും ഞാൻ ഓടിച്ചില്ല, കാരണം നമ്മൾ 16 എന്നാണ് നമ്മൾ 16 മൈലേജ് എന്നാണ് നമ്മളത് 0 ചെയ്യുന്നത്. അപ്പോൾ 2 കിലോമീറ്റർ നിയർലി ഞാൻ ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കാരണമായിരിക്കും ചിലപ്പോൾ ഈ 24 വന്ന് നിൽക്കുന്നത്. പക്ഷേ എന്തിനെന്ന് പറഞ്ഞാലും വാഹനത്തിന് ബെറ്റർ ആയിട്ടുള്ള ഒരു മൈലേജ് കിട്ടുന്നുണ്ട്. നമ്മൾ യൂസർ എക്സ്പീരിയൻസ് നോക്കി കഴിഞ്ഞാലും 20 ഒക്കെയാണ് മിക്ക ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു മൈലേജ് എന്ന് പറയുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങൾ ആരെങ്കിലും ഡിസൈർ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇൻഡസ് മോട്ടോഴ്സിലേക്ക് ഞാൻ ഇവരുടെ കോൺടാക്ട് നമ്പേഴ്സ് ഞാൻ നൽകിയേക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ആരെങ്കിലും ഡിസൈർ വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ അവരിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ ബൈ ബൈ.